എല്ലാവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. നാളെ ശ്രീരാമ നവമി, 2025 ശ്രീരാമ നവമി നാളെയാണ്. നാളെ നമുക്ക് ശ്രീരാമ നവമി ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് രാമനെ പൂജിക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ശ്രീരാമനവമി എന്ന് പറയുമ്പോൾ ശ്രീരാമദേവൻ്റെ പിറന്നാളാണ്. പിറന്നാൾ ദിവസം ഭഗവാന് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഭഗവാനെ നേദിക്കുക. അമ്പലത്തിലാണെന്ന് പറഞ്ഞാലും ഇഷ്ടമുള്ള ഭഗവാന്റെ ഏത് ദേവൻ്റെ ആണെങ്കിലും പിറന്നാൾ ദിവസം നമ്മൾ ഭഗവാന് പലഹാരങ്ങളും ഇഷ്ടമുള്ള പഴങ്ങളും ഒക്കെ സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശ്രീരാമദേവന് ഏറ്റവും ഇഷ്ടമുള്ള മാമ്പഴം, അവൽ, ശർക്കര, അതുപോലെ തന്നെ പാലും പഴവും, ഇതെല്ലാം ശ്രീരാമചന്ദ്രദേവന് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ വസ്തുക്കൾ ഭഗവാന് സമർപ്പിച്ച് അന്ന ദിവസം പൂജ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഭഗവാന് നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നത് വളരെയധികം അനുഗ്രഹം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് അതിനേക്കാളും വളരെയധികം അനുഗ്രഹം ലഭിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ വൈകിട്ട് സന്ധ്യയ്ക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിൽ നമ്മൾ വിളക്കിൽ ഒരു 5 തിരി ഇട്ട് വിളക്കിൻ്റെ അടുത്തായിട്ട് ഒരു കിണ്ടിയിൽ അല്പം വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞളിട്ട്, അതുപോലെ തന്നെ ഭഗവാനെ മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു നെയ്വിളക്ക് അന്നേ ദിവസം നാളെ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 തിരി ഇടുന്ന വിളക്കിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ കോടി പുണ്യവും കൂടി ബലവുമാണ്, അഷ്ടൈശ്വര്യങ്ങളും വരും. അതുപോലെ ചെയ്താലായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഭഗവാന് ഇഷ്ടമുള്ള മാമ്പഴം ഒരു പാത്രത്തിൽ ഭഗവാന്റെ ഫോട്ടോയിൽ അടുത്തായിട്ട് സമർപ്പിച്ചാൽ അത് വളരെയധികം ഭഗവാനെ നമുക്ക് പ്രസാദിപ്പിക്കാനായിട്ട്, പിറന്നാളായതുകൊണ്ട് തന്നെ ഭഗവാന് ഇത് സമർപ്പിക്കുന്ന വളരെയധികം ഉത്തമമായ കാര്യമാണ്. ഇനി മാമ്പഴം ഇല്ലെങ്കിൽ അവൽ, ശർക്കരയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് നല്ലപോലെ അത് നല്ലപോലെ ഇളക്കി അത് ഭഗവാന് സമർപ്പിക്കുക. അതല്ലെങ്കിൽ പാലും പഴവും ഒരു പാത്രത്തിൽ, ഒരു കുഞ്ഞൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ സമർപ്പിച്ച് ഈ പറഞ്ഞ പോലെ ചെയ്താൽ വളരെയധികം നമുക്ക് പുണ്യം ലഭിക്കുന്നതായിരിക്കും. ഭഗവാന്റെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദാസനായിട്ട് ജീവിച്ച ഹനുമാൻ സ്വാമികളുടെയും ഹനുമത് ജയന്തിയും ശ്രീരാമനവമിയും ഒരേ ദിവസത്തിലാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമനവമി നാളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധിയൊക്കെ വരുത്തി ഗൃഹത്തിൽ നിലവിളക്ക് കത്തിച്ച് രാമനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. 1000 വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. രാമനാമം സദാ നേരവും ജപിക്കുന്നത് ഐശ്വര്യത്തിനും സമാധാനത്തിനും ഇടയാക്കും. ഈ കലിയുഗത്തിൽ, ഇപ്പോൾ കലിയുഗമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾക്കെല്ലാം അറിയാലോ. വാർത്തകളിലൂടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ രാമനാമം ജപിച്ചാൽ എല്ലാ കഷ്ടതകളിൽ നിന്നും മുക്തി നേടാനായിട്ട് കഴിയും. ഭക്തിയോടും സമർപ്പണത്തോടും വിശ്വാസത്തോടും കൂടി രാമായണം പാരായണം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. അതായത് നാളെ ശ്രീരാമനവമി ദിവസം വൈകിട്ട് ബാലകാണ്ഡം ആണ് നമ്മൾ രാമായണം പാരായണം ചെയ്യേണ്ടത്. ആ ബാലകാണ്ഡം ജപിക്കുന്നത്, ആ ചൊല്ലുന്നത്, ആ പാരായണം ചെയ്യുന്നത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്ന ഒരു കാര്യമാണ്. ശ്രീരാമനവമി ദിവസം ശ്രീരാമനവമി വ്രതമായും ഒക്കെ ഈ ദിവസം ആചരിക്കുന്നുണ്ട്. അന്നേ ദിവസം ഉപവാസവും ഉറക്കമൊഴിക്കലും ഒക്കെ ചില സ്ഥലങ്ങളിലുണ്ട്. അത് വളരെ അത്യാവശ്യമാണ്. പകലുറക്കം പാടില്ല എന്ന് പറയുന്നു. താമ്പൂലമൊക്കെ ഒഴിവാക്കേണ്ട ദിവസമാണ്. രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനവും പൂജകളും ഒക്കെ നടത്തുക. ദശമി ദിവസം വെളുപ്പിന് ശരീരശുദ്ധിയൊക്കെ വരുത്തി ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം നമുക്ക് അവസാനിപ്പിക്കാം. വീട്ടിൽ തന്നെ പൂജ ചെയ്ത് തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ വേണം നമ്മൾ വീട്ടിലെ പൂജകൾ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുശേഷം രാമായണവും കൂടെ ബാലകാണ്ഡം പാരായണം ചെയ്തതിന് ശേഷം
നമുക്ക് ആ കിണ്ടിയിൽ ആ മഞ്ഞളിൽ ഒരു തുളസിയില സമർപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് തീർത്ഥമായിട്ട് സേവിച്ച് ഈ വ്രതം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വ്രതാനുഷ്ഠാനത്തിൽ ഭാരതത്തിലെ സകല പുണ്യസ്ഥലങ്ങളിൽ നടത്തുന്ന ഈ ഒരു തീർത്ഥാടന ബലമാണ് നമുക്ക് ഈ ഒരു വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ നമ്മുടെ ജന്മാന്തരങ്ങളിൽ നാം ആർജിച്ച സകല പാപങ്ങളും നിശേഷം നീങ്ങുവാനായിട്ട് സാധിക്കും. ഇതുവഴി വിഷ്ണുപ്രീതിക്ക് പാത്രമാകാനും കഴിയും. കാരണം 1000 വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം എന്നാണല്ലോ പുരാണങ്ങളിൽ പറയുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അത് എന്താണെന്നാൽ വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമദേവൻ. എല്ലാത്തിൻ്റെയും ഉറവിടം വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ പൂജിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കുന്നതിന് തുല്യമാണ്. ആയതിനാൽ സർവ്വതും ഭഗവാനിൽ അർപ്പിച്ച് സത്യധർമാദികൾ പാലിച്ച് രാമനാമ ജപത്താൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും നേടാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വിളക്കൊക്കെ തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഓം രാമായ നമഃ എന്ന മന്ത്രം ഒരു 12 തൊട്ട് 108 തവണ ചൊല്ലുക. കുറഞ്ഞതൊരു 12 തവണയെങ്കിലും ചൊല്ലണം. അതുപോലെ തന്നെ ഓം രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ എന്നതും ഇതുപോലെ തന്നെ കുറഞ്ഞതൊരു 12 തവണയെങ്കിലും ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. അതിശ്രേഷ്ഠമാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം ഞാൻ ഈ പറഞ്ഞ പലഹാരങ്ങളെ കൂടാതെ പാൽപ്പായസവും ഒക്കെ നമുക്ക് ഭഗവാന് നേദിച്ച് പൂജിക്കുവാനായിട്ട് വയ്ക്കാം. ങ്ങളിൽ പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അത് എന്താണെന്നാൽ വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമദേവൻ. എല്ലാത്തിൻ്റെയും ഉറവിടം വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ പൂജിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കുന്നതിന് തുല്യമാണ്. ആയതിനാൽ സർവ്വതും ഭഗവാനിൽ അർപ്പിച്ച് സത്യധർമാദികൾ പാലിച്ച് രാമനാമ ജപത്താൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും നേടാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഈ ശ്രീരാമനവമി നമുക്ക് ആചരിക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.